ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ അനുദപിക്കാൻ അനുരഞ്ജിതനായി സഹനം ചേർത്തിന കർത്താവേ ദിവ്യവിരുന്നിൻ സ്മരണ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവ്യബലിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നമുക്ക് ദൈവമായ കർത്താവിനെ യാചിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി ഭക്തിയോടുകൂടെ ഒരുങ്ങാം. 17-ാം ഞായറിലെ ഒരു വെള്ളിയാഴ്ച നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണെങ്കിലും സുവിശേഷങ്ങളിൽ 7 ഉപമകൾ വഴിയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഈ ഉപമകൾ വഴി കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മളോട് പ്രഘോഷിക്കുമ്പോഴും കർത്താവ് വിതയ്ക്കുന്നത് അത് എല്ലാ സ്ഥലങ്ങളിലാണ്. വിതയ്ക്കുന്നവൻ നോക്കുന്നില്ല എവിടെ വിതച്ചു കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ നമ്മൾ ആരും കർത്താവിന് മുമ്പിൽ ഇവൻ നല്ലവൻ ഇവൻ അശുദ്ധൻ എന്നൊരു ചിന്തയില്ല. കർത്താവ് എല്ലാവരുടെ ആത്മാവിലും ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കുന്നുണ്ട്. അത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ ഓരോ